ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC+2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്, തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. വടക്കാഞ്ചേരി നഗരസഭയുടെ കുമ്പളങ്ങാട് ഖരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും മലിനജലം സമീപ പ്രദേശങ്ങളിലേക്ക് പരന്നൊഴുകിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുമ്പളങ്ങാട് ഡിവിഷൻ കൗൺസിലർ E. കൃഷ്ണൻ ഉണ്ണി രംഗത്ത്. തിങ്കളാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് ഈ വിഷയം അദ്ദേഹം നഗരസഭാ ചെയർപേഴ്സൺ മുമ്പാകെ അവതരിപ്പിച്ചത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ നിലവിൽ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണെന്ന് കൗൺസിലർ കുറ്റപ്പെടുത്തി. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പുതുതായി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പോലും കൃത്യമായി ഉപയോഗിക്കാതെ നശിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് വാങ്ങിയ നഗരസഭയുടെ വാഹനങ്ങൾ ഇത്തരത്തിൽ അനാസ്ഥ മൂലം നശിക്കുന്നത് കടുത്ത അനീതിയാണെന്നും ഇതിന് കാരണമായവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മേഖലയിലെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാരെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കടുത്ത അനാസ്ഥയ്ക്ക് അടിയന്തരമായി നഗരസഭ അധികൃതർ പരിഹാരം കാണണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു. ചുമതലക്കാരെ സെക്രട്ടറി ഉച്ചയ്ക്ക് ശേഷം വരുന്നവരാണ്. ഉച്ചയ്ക്ക് ശേഷം കാണാനില്ല. എത്രയോ ദിവസമായി RIയില് HIയില് ആരുമില്ല. ഇപ്പൊ ഇവരൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ആരാ ചെയ്യണത്? അപ്പൊ നമുക്കിപ്പം എഞ്ചിനീയർ സെക്ഷനിൽ എന്തെങ്കിലും ഒരു ആവശ്യം തന്നെ അവിടെ സ്റ്റാഫില്ല, വിളിച്ചാൽ ഫോൺ എടുക്കണില്ല. നമ്മളിപ്പോ ആരുടെ അടുത്ത പോകണ്ടെന്ന് ഒരു ഐഡിയിലേണ്ടിരിക്കണം. അതുപോലെ കുമ്പളങ്ങാടിന്റെ ഈ മാലിന്യ ഇപ്പൊ ആ കുട്ടി പ്രഗ്നന്റ് ആയിട്ട് ലീവിലാണ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് സബ്ജക്ട് ആരും കൊടുത്തിട്ടില്ല, ഒരാൾക്ക് ചാർജില്ല. അപ്പൊ എനിക്ക് എന്റെ ഡിവിഷനിൽ പണികളൊക്കെ പെൻഡിങ് കിടക്കാണ്. അവര് വരേണ്ട പണികളാണ്. പിന്നെ കുമ്പളങ്ങാട് മാലിന്യങ്ങളുണ്ടായ വിഷയം, അത് ആരാണ് അതിന് ഉത്തരവാദിത്വം ശക്തമായ നടപടി ഉണ്ടാവണം. കാരണം അത് അത്ര നിങ്ങളെ വന്ന് കണ്ടാണോ നടന്നുകൊണ്ടിരിക്കണോ? പക്ഷെ അതല്ല, ഇത്രയും ഒരു കൃത്യലോപം നടന്ന അങ്ങനെ സ്റ്റാഫ് നമുക്ക് ആവശ്യമില്ലല്ലോ. കാരണം ഇത്രയും മോശമുള്ള ഒരു അവസ്ഥ, എത്രയോ ആളുകൾ താമസിക്കുന്ന സ്ഥലം അവിടെ കണ്ട നമുക്കെന്നെ വിഷമം തോന്നുന്നത്, നമുക്കെന്നെ എതിർപ്പല്ല, വിഷമവും. അത്ര ദുരിതമായിട്ടുള്ള അവസ്ഥയാണ്. അതിന് നടപടി എന്തായാലും ഉണ്ടാണ് ആ സ്റ്റാഫിനെതിരെ. മാത്രമല്ല, മലയാളിൽ 3 ഓട്ടോറിക്ഷകളാണ് കിടക്കുന്നത്. നമ്മുടെയൊക്കെ സാധാരണക്കാരൻ നികുതിപ്പണം കൊണ്ടുവന്നിട്ട് 3 ഓട്ടോറിക്ഷ ഞാൻ ചേർന്നോട് പറഞ്ഞു, പൊടി പിടിച്ച് ഒന്നിനും കൊള്ളാൻ്റെ പുതിയ ഓട്ടോറിക്ഷകളാണ്. അത് സെക്രട്ടറി ഉള്ള സമയത്ത് കുറേ ആളുകൾ ലേഡീസ് ഓടിക്കുന്ന ഓട്ടോറിക്ഷ 3 എണ്ണൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറുതെ നമുക്ക് ഒന്നിനും എന്തെങ്കിലും കഴിഞ്ഞ കൗൺസിലുള്ള ഫണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഇതിന്റെ വാർഡ് സഭയുടെ ഫണ്ട് കിട്ടിയില്ല. ഇങ്ങനെ ഫണ്ടുകളൊന്നും കിട്ടാതെ, ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ഇത്രയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നത്. ഇതുപോലും വന്നിട്ടില്ല. ഫണ്ടില്ലാത്തൊരു സമയത്ത് പോലും ഇത്രയും കാര്യങ്ങൾ ഇതിന് ഇത് ഈ ഓട്ടോറിക്ഷകൾ 3 എണ്ണം ഓട്ടോ അവിടെ എടുക്കുന്നുണ്ട്. അത് എന്തായാലും ഉത്തരവാദിത്വം എന്തിനു വേണ്ടി ഒന്നും അറിയില്ല. ഞാൻ പേഴ്സണലി നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചാണ് അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. You are watching VCV News.